ആവേശമായി രാഹുൽ. അന്തരിച്ച കെ എം മാണിയുടെ വീട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം സന്ദർശിക്കും. കെ എം മാണിയുടെ കുടുംബത്തെ രാഹുൽ അനുശോചനം അറിയിക്കും. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പത്തനംതിട്ടയിലെ പ്രചാരണ പരിപാടി പൂർത്തിയാക്കിയാണ് രാഹുൽ അവിടേക്ക് എത്തുന്നത്. എപ്പോൾ അദ്ദേഹം അവിടെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്? രേണുക, അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി ഈ കരിങ്ങോഴക്കൽ വീട്ടിലേക്ക് എത്തിച്ചേരും. സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. കേവലം 1 കിലോമീറ്ററും 600 മീറ്ററും മാത്രമാണ് ഈ വീടും ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലവും തമ്മിലുള്ള അകലമുള്ളത്. ഇതിനകം തന്നെ ചില അകമ്പടി വാഹനങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏത് നിമിഷവും രാഹുൽ ഗാന്ധി ഈ വീട്ടുമുറ്റത്തേക്ക് എത്താം. അതാ രാഹുൽ ഗാന്ധി വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. രാഹുൽ ഗാന്ധിയെ കാത്ത് പുറത്ത് ആവേശത്തോടെ ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഈ വീടിനുള്ളിലേക്ക് വരുന്നു. രാഹുൽ ഗാന്ധിയുടെ വാഹനം ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കെ എം മാണിയുടെ പാലയിലെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാഹനമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഈ കാർ പോർച്ചിൽ വാഹനം നിർത്തും. അതിനുശേഷം വീടിനുള്ളിലേക്ക് കടന്നു വരുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കെ എം മാണിയുടെ വസതിയിലേക്ക് ജോസ് കെ മാണി രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ച് വീടിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി വീടിനുള്ളിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും ഏതാണ്ട് നേരത്തെ നിശ്ചയിച്ച സമയത്തിൽ നിന്ന് മാറി അരമണിക്കൂർ വൈകിയാണ് രാഹുൽ ഗാന്ധി കരിങ്ങോഴക്കൽ വീട്ടിൽ എത്തിയിരിക്കുന്നത്. മുകുൾ വാസ്നിക്, ഒപ്പം തന്നെ DCC അധ്യക്ഷൻ ജോഷി ഫിലിപ്പ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇപ്പോൾ ഇവിടേക്ക് ഈ കെ എം മാണിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഉമ്മൻചാണ്ടിയും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അതേ വാഹനത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിയും രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുന്നു. എന്തായാലും ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. രാഹുൽ ഗാന്ധി കെ എം മാണിയുടെ വസതിക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കെ എം മാണി മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ എത്തി രാഹുൽ ഗാന്ധിയുടെ പേരിൽ മുകുൾ വാസ്നിക്ക് പുഷ്പചക്രം സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഏതാനും ദിവസങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം, ഏതാണ്ട് ഒരാഴ്ചയോട് അടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. ഭാര്യ കുട്ടിയമ്മ, മറ്റ് മക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ വീടിനുള്ളിലുണ്ട്. പക്ഷേ അവരുമായി ആശയവിനിമയം, അവിടേക്ക് ക്യാമറകൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഈ വസതിയിൽ തുടരുന്നു. ഏതാണ്ട് 10 മിനിറ്റ് മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാകുക. അതിനുശേഷം ആലപ്പുഴയിലേക്ക് രാഹുൽ ഗാന്ധി മടങ്ങും. അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്കും മടങ്ങേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം, പാലയിലെ സന്ദർശനം തുടരുകയാണ്. രേണുക. ജി ശ്രീജിത്താണ് പാലയിലെ മാണിയുടെ വസതിയിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി മാണിയുടെ വസതിയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ജോസ് കെ മാണിയാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ജോസ് കെ മാണിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മറ്റ് ബന്ധുമിത്രാദികളെല്ലാം തന്നെ വീടിനകത്താണുള്ളത്. രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, മുകുൾ വാസ്നിക് തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഏതാണ്ട് 10 മിനിറ്റോളം കൂടിക്കാഴ്ച നീളും. അതിനുശേഷം അദ്ദേഹം അടുത്ത പ്രചാരണ വേദിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിയത്. ഇന്നലെ രാത്രിയോടെ എത്തിയ രാഹുൽ ഗാന്ധി ആദ്യം ഇന്ന് പ്രചാരണത്തിൽ പത്തനാപുരത്തെ പ്രചാരണ പരിപാടിയിലാണ് പങ്കെടുത്തത്. അവിടെ പ്രേമചന്ദ്രന് വേണ്ടിയും കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടിയും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. അതിനുശേഷം പത്തനംതിട്ടയിലെ പ്രചാരണ പരിപാടിയിൽ ആൻഡ്രൂ ആന്റണിയുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ നിന്നാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം കോട്ടയത്തേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് കാർ മാർഗം മാണിയുടെ വസതിയിലും എത്തിയിരിക്കുന്നു. ജി ശ്രീജിത്താണ് അവിടെ വിവരങ്ങളുമായുള്ളത്. ശ്രീജിത്ത്, 10 മിനിറ്റാണ് നേരത്തെ ശ്രീജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി അവിടെ ചെലവിടാൻ ഉദ്ദേശിക്കുന്ന സമയം. ഒരുപക്ഷെ കൂടിക്കാഴ്ച നീണ്ടുപോകാനുള്ള സാധ്യതയും ഉണ്ടോ?
രേണുക, കൂടിക്കാഴ്ച നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പരിപാടികളെല്ലാം വളരെ തിരക്കുപിടിച്ച പരിപാടികളാണ്. ഇനിയും വൈകുന്നേരം 2 പരിപാടികൾ കൂടി രാഹുൽ ഗാന്ധിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. അത് ഒന്ന് ആലപ്പുഴയും വൈകുന്നേരം തിരുവനന്തപുരത്തുമാണുള്ളത്. ആലപ്പുഴയിലെ പരിപാടി 4 മണിക്ക് ആരംഭിക്കുന്നു. അതിനുശേഷം ഹെലികോപ്റ്ററിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകാനാണ് പദ്ധതിയുള്ളത്. അത് വൈകിക്കഴിഞ്ഞാൽ, രാത്രിയായി കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ യാത്ര സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പത്തനംതിട്ടയിൽ നിന്നും ഇവിടേക്ക് എത്തും എന്ന് അറിയിച്ച സമയക്രമം തന്നെ വൈകിട്ടുണ്ട്. അരമണിക്കൂർ വൈകിയാണ് ഇവിടേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും 2:30 ഇവിടെ നിന്ന് മടങ്ങും എന്നതാണ് നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന സമയക്രമം അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ ഇനിയും 10-15 മിനിറ്റ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വസതിയിലുണ്ടായേക്കും. ഇവിടെ നിന്ന് നേരെ തൊട്ടടുത്ത 1.5 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ ഹെലിപ്പാഡിലേക്ക്. അവിടെ നിന്നും ആലപ്പുഴയിലേക്ക് പോകും. ആലപ്പുഴയിലായിരിക്കും അദ്ദേഹത്തിന്റെ ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നതെന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വാഹനം തിരിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ 10 മിനിറ്റോളം അദ്ദേഹം ചെലവഴിക്കും. അത് വൈകുമോ? സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ തീരുമാനപ്രകാരമായിരിക്കും അതെല്ലാം ഉണ്ടാകുക. പക്ഷെ ഒരുപാട് വൈകാനുള്ള സാധ്യതയില്ല. എന്തായാലും നിശ്ചയിച്ച ക്രമം അനുസരിച്ച് മടക്കം 2:30 തന്നെ ഉണ്ടായേക്കും. 2:30 മടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചും വാഹനവ്യൂഹം ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ കരിങ്ങോഴക്കൽ വീടിന്റെ ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇതിന്റെ തൊട്ട് പുറത്ത് ഒരുപക്ഷെ ക്യാമറകൾക്ക് അവിടേക്ക് ഇപ്പോൾ എത്താൻ അവിടെ നിൽക്കാനുള്ള അനുമതിയില്ല. അവിടെ പക്ഷേ കുറച്ച് പൊതുജനങ്ങൾക്ക്, വലിയ രീതിയിലില്ല, കുറച്ച് പേർക്ക് മാത്രം അവിടെ തങ്ങാനുള്ള ഒരു സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ രാഹുൽ ഗാന്ധിയെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. വരുന്ന വഴിക്ക് രാഹുൽ ഈ സൈഡ് ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് തന്നെ ആളുകളെ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വീട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. ജോസ് കെ മാണി MP ആണ് അദ്ദേഹത്തെ പുറത്ത് എത്തി വീട്ടിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഉള്ളിൽ കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. MLA-മാരായ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയുണ്ട്. അതേസമയം PJ ജോസഫ് ഇന്നില്ല. അദ്ദേഹം വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നിവിടെ പങ്കെടുക്കുന്നില്ല. മറ്റ് MLA-മാർ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഇവിടെ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും കോട്ടയത്ത് നിന്നുള്ള നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, DCC അധ്യക്ഷൻ ജോഷി ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് എന്നതാണ് നമുക്ക് നൽകാൻ കഴിയുന്നവർ. എന്തായാലും കൂടിക്കാഴ്ച ഈ വീട്ടിനുള്ളിൽ, കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച, പാർട്ടി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഈ വീട്ടിനുള്ളിൽ കരിങ്ങോഴക്കൽ വീട്ടിൽ തുടരുകയാണ്. ശ്രീജിത്ത്, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ജോസ് കെ മാണി അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. വീട്ടിനുള്ളിൽ മറ്റ് ബന്ധുമിത്രാദികൾ ആരൊക്കെ ഉണ്ട് എന്നത് സംബന്ധിച്ച് നമുക്ക് വിവരമുണ്ടോ? ശ്രീജിത്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ശ്രീജിത്തിലേക്ക് വരാം. രാഹുൽ ഗാന്ധി മാണിയുടെ പാലായിലെ വസതിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ബന്ധുമിത്രാദികളെ അനുശോചനം അറിയിക്കുന്നതിനായാണ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തിയിരിക്കുന്നത്. 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ കേരളത്തിലെത്തിയത്. ഇന്ന് പ്രചാരണ പരിപാടികളുടെ തിരക്ക് പിടിച്ച ഷെഡ്യൂളാണ് അദ്ദേഹത്തിനുള്ളത്. പത്തനാപുരത്തെയും പത്തനംതിട്ടയിലെയും പരിപാടികൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പാലായിലെ മാണിയുടെ വസതിയിലെത്തിയിരിക്കുന്നത്. അവിടെ ജോസ് കെ മാണിയാണ് അദ്ദേഹത്തെ പുറത്തു വന്ന വീട്ടിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ബന്ധുക്കളുമായുള്ള കൂടിക്കാഴ്ച അകത്ത് നടക്കുകയാണ്. അവിടെ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. 10 മിനിറ്റോളം എങ്കിലും കൂടിക്കാഴ്ച നീളും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്കാണ് പോവുക. ആലപ്പുഴയിൽ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം തിരുവനന്തപുരത്തും ഇന്ന് പ്രചാരണ പരിപാടികളുണ്ട്. നാളെ വയനാട്ടിലും ഒപ്പം തന്നെ മറ്റ് ഒരിടത്തും കൂടി പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി മടങ്ങുക. അദ്ദേഹം ഇപ്പോൾ പാലായിലെ മാണിയുടെ വസതിയിൽ ബന്ധുമിത്രാദികളെ സന്ദർശിക്കുകയാണ്. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ എല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെയുണ്ട്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, ഒപ്പം തന്നെ മുകുൾ വാസ്നിക് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ അവിടെയുണ്ട്. കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും മാണിയുടെ വസതിയിൽ നേരത്തെ തന്നെ അവർ അവിടെ എത്തിയിരുന്നു.
പുറത്ത് രാഹുലിനെ കാണാനുള്ള ആളുകളുടെ തിരക്കം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജി ശ്രീജിത്ത് അവിടെ നിന്നും ചേരുന്നു. ശ്രീജിത്ത്, രാഹുലിൻ്റെ പാലായിലെ മാണിയുടെ വസതിയിലേക്കുള്ള വരവ്, അത് നമ്മൾ വാഹനം വരുമ്പോൾ കണ്ടത് ആ വരുന്ന വഴിയിലൊക്കെയും ആളുകൾ കൂടി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. രാഹുലിനെ കാണാനുള്ള ആളുകളുടെ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. നിയന്ത്രിതമായ തിരക്കാണുള്ളത് രേണുക. ഈ റോഡിന്റെ പുറത്ത് ഏതാണ്ട് 2 മണിക്കൂറിലധികമായി ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നു പോലീസ്. പക്ഷേ കുറച്ച് പേർക്ക്, രാഹുലിനെ കാണാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർക്ക് ഇവിടെ ബാരിക്കേഡുകൾ കെട്ടിത്തിരിച്ചുകൊണ്ടുള്ള ചെറിയ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ പതാകയുമായി തന്നെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഈ വഴിയിലെല്ലാം തന്നെ സെന്റ് തോമസ് കോളേജ് മുതൽ ഈ വീട് വരെ നിൽക്കുന്ന വഴിയിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് സ്വാഗതം ഓതിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളുണ്ട്. നമുക്കറിയാം, കോട്ടയത്ത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പരിപാടികളൊന്നുമില്ല. പക്ഷേ KM മാണി എന്ന ഏറ്റവും പ്രമുഖനായ നേതാവിന്റെ വീട് സന്ദർശിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ KM മാണിയുടെ മരണമുണ്ടാകുന്നു. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തലാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചുമുള്ളത്. അതിനിടെ തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പരിപാടി എന്നതിനപ്പുറത്തേക്ക് അതിലും പ്രാധാന്യത്തോടെ രാഹുൽ ഗാന്ധി ഈ വസതിയിലേക്ക് എത്തുന്നു. അത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള സ്വകാര്യമായ ഒരു ചടങ്ങാണ്. പക്ഷേ എന്നിരുന്നാൽ കോൺഗ്രസിന്റെയും മറ്റും ഇത്തരം സ്വാഗത ബോർഡുകളും ഒപ്പം തന്നെ കൊടി പിടിച്ചുള്ള പ്രവർത്തകരുടെ ഈ ഒരു നിരയും തന്നെ ഉദാഹരിച്ചാൽ അത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ സന്ദർശനം കൂടിയാണ് എന്നുകൂടി നമുക്ക് വിലയിരുത്താവുന്നതാണ്. എന്തായാലും രാഹുൽ ഗാന്ധി വരുന്ന വഴിയിൽ പുറത്തേക്ക് ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് തന്നെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ തിരിച്ചു പോകുന്ന വഴി അദ്ദേഹം ഇവരെ ഇറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം അത്തരം രീതികൾ അദ്ദേഹം പലയിടത്തും ഇതിനകം തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെയും അത് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല എന്നതും ശ്രദ്ധേയമായ ഒന്നാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ ക്രമീകരിച്ച സമയം അനുസരിച്ച് തന്നെ ഏതാണ്ട് 12 മിനിറ്റോളം രാഹുൽ ഗാന്ധി സന്ദർശനം പൂർത്തിയാക്കി. രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുന്നു. പോലീസ് വാഹനങ്ങൾ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തും. മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ മടക്കം. രാഹുൽ ഗാന്ധി നേരെ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹം അവിടെയാണ് ഹെലിപ്പാഡുള്ളത്. അവിടെ നിന്നും അദ്ദേഹം ആലപ്പുഴയിലേക്ക് യാത്ര തിരിക്കും. ആലപ്പുഴയിൽ 4 മണിക്കാണ് തെരഞ്ഞെടുപ്പ് പരിപാടി ഉള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ ക്രമീകരിച്ച സമയം, ഇവിടേക്ക് വരുന്നത് ഏതാണ്ട് അരമണിക്കൂർ വൈകിരുന്നു എങ്കിൽ പോലും പോകുന്ന സമയം ഏതാണ്ട് കൃത്യമായി മാറിയേക്കുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇപ്പോൾ ഏതാണ്ട് 2:15 മാത്രമേ ആകുന്നുള്ളൂ. 2:30 തിരിച്ചുള്ള മടക്കം എന്നതാണ് നേരത്തെ ക്രമീകരിച്ചിരിക്കുന്ന സമയക്രമം. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് പോകാനുള്ള ഈ ഒരു വാഹന വ്യൂഹം ഏതാണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞു. അതിനർത്ഥം വേഗത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ മടക്കം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. SPGയും പോലീസും ഒക്കെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായും പൂർത്തിയാക്കിയിട്ടുണ്ട്. പുറത്ത് ജനങ്ങൾ കാത്തു നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും ഈ മുൻവാതിലിൽ കൂടി തന്നെ, ഈ വീടിന്റെ മുൻവാതിലിൽ കൂടി തന്നെ രാഹുൽ ഗാന്ധി പുറത്തേക്ക് കയറിപ്പോയ അതേ വാതിൽ കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ വീട്ടിൽ ഇതിനകം തന്നെ നിരവധി കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കളുണ്ട്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുണ്ട്, അവരോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുണ്ട്. നമുക്കറിയാം, കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചും ഇത് രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. മുകുൾ വാസ്നിക് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് KM മാണിയെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചേക്കും എന്ന പ്രതീക്ഷയാണ് നമുക്ക് കരുതേണ്ടത്. മുകുൾ വാസ്നിക്കിനോട് ഇക്കാര്യം മാധ്യമ പ്രവർത്തകർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഒരു പക്ഷേ രാഹുൽ ഗാന്ധി പുറത്തേക്ക് മാണിയുടെ വസതിയിലെ സന്ദർശനം പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസ് നേതാക്കളുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ട് 2 വാക്ക് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങൾക്കടുത്തേക്ക് വരുന്നു. I mentioned that I could not come to Kerala without coming to Maniji's house to pay condolence to him. He was a towering leader
voice of the people of Kerala. So it's an honor for me to come here and pay my respects. What is your relation with Mani sir? How do you remember that day? I think as a senior leader with tremendous experience, as somebody I would listen to and appreciate. Thank you. രാഹുൽ ഗാന്ധി മാണിയുടെ വസതിയിൽ ബന്ധുക്കളെ സന്ദർശിച്ചതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായിരുന്നു KM മാണി. കരുത്തനായ നേതാവായിരുന്നു. ആ നിലയ്ക്ക് തനിക്കും ഒരു പ്രചോദനമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അനുസ്മരിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഒപ്പം കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ തന്നെയാണ് മടങ്ങിപ്പോകുന്നത്. സെൻറ് തോമസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് പോയി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ആലപ്പുഴയിലേക്കായിരിക്കും രാഹുൽ ഗാന്ധി പോവുക. ആലപ്പുഴയിലാണ് ഇനി രാഹുലിൻ്റെ അടുത്ത പ്രചാരണ പരിപാടി. ഏതാണ്ട് 10 മിനിറ്റ് നീളുന്ന കൂടിക്കാഴ്ചയാണ് രാഹുൽ അവിടെ നടത്തിയത്. മാണിയുടെ ബന്ധുമിത്രാദികളെ കണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തി രാഹുൽ ഗാന്ധി മടങ്ങുകയാണ്. ഏതാണ്ട് 10 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. പതിവിലും നേരത്തെ നിശ്ചയിച്ചതിലും അരമണിക്കൂർ വൈകിയാണ് രാഹുൽ ഗാന്ധി എത്തിയത്. എങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ സമയക്രമം പാലിക്കാൻ വേണ്ടി അദ്ദേഹം നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ തിരിച്ചു പോവുകയാണ്. അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നത് കാണാം. ജി ശ്രീജിത്ത് അവിടെ നിന്നും ചേരുന്നു. ശ്രീജിത്ത്, രാഹുൽ കൂടിക്കാഴ്ച കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളോടും സംസാരിച്ചു. അവിടെ നിന്നുമുള്ള വിവരങ്ങൾ. രേണുക, തീർച്ചയായും ഏതാണ്ട് നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ 10 മിനിറ്റോളം രാഹുൽ ഗാന്ധി വസതിയിൽ ചെലവഴിക്കുന്നു. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം പൂർത്തിയാക്കിയ ശേഷം KM മാണി അവിടെ നിന്നും സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് മടങ്ങുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോടും അതായത് ഈ ഒരു വിഷയത്തിൽ KM മാണിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. KM മാണി അനിഷേധ്യനായ നേതാവാണ്. മരണസമയത്ത് ഇവിടെ എത്താനായില്ല. പക്ഷേ ഈ സമയത്ത് എത്താനായത് വലിയ കാര്യമായി തന്നെ താൻ കരുതുന്നതായും കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നതായും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുന്നു. പുറത്ത് അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഈ വീടിന്റെ ഭാഗത്ത് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ അവിടെ വാഹനത്തിൽ ഗ്ലാസ്, സൈഡ് ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് തന്നെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ, UDFന്റെ വിവിധ ഘടകകക്ഷി നേതാക്കളൊക്കെ തന്നെയും ഈ KM മാണിയുടെ വസതിയിലുണ്ട്. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് അടക്കമുള്ള മത മേഖലയിലെ, സാമുദായിക മേഖലയിലെ പ്രമുഖരും ഇവിടെ എത്തിയിട്ടുണ്ട്. ജോസ് കെ മാണിയും ഒപ്പം തന്നെ മോൻസ് ജോസഫ്, CF തോമസ് അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ വിവരങ്ങൾ നൽകിയത്. ഇനി രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ആലപ്പുഴയിലേക്കാണ് തിരിക്കുക. അവിടെ അദ്ദേഹത്തിന് അടുത്ത പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. 15 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥനയോടെ കേരളം. മംഗലാപുരത്ത് നിന്നും പുറപ്പെട്ട ആംബുലൻസിന് നാടെങ്ങും വഴിയൊരുക്കുകയാണ് ആളുകൾ. മംഗലാപുരത്ത് നിന്നും 15 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെ ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ആംബുലൻസ് ഇപ്പോൾ കോഴിക്കോട് പിന്നിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ അവിടെ നിന്നും ചേരുന്നു. സനോജ്, 15 മണിക്കൂറിനകം തിരുവനന്തപുരത്ത് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനോടകം സമയക്രമം പാലിക്കാൻ കഴിയുന്നുണ്ടോ? ആളുകൾ ഏതു വിധത്തിലാണ് സഹകരിക്കുന്നത്? തീർച്ചയായിട്ടും രേണുക, 15 ദിവസം മാത്രം പ്രായമായ നവജാത ശിശുവിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ കേരളം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അല്പം മുമ്പാണ് മംഗലാപുരത്തുനിന്നും രാവിലെ 10:30 ആരംഭിച്ച യാത്ര അല്പം മുമ്പാണ് ഇപ്പോൾ കോഴിക്കോട് പിന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അടിസ്ഥാനത്തിൽ കോഴിക്കോടും പിന്നിട്ട് മലപ്പുറത്താണ് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമുള്ളത്. ആ ആസ്ഥാനവും പിന്നിട്ട് ആംബുലൻസ് വളരെ വേഗത്തിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാഹനത്തിലുള്ള ആളുകൾ തന്നെ അപ്പപ്പമുള്ള ദൃശ്യങ്ങൾ ഫേസ്ബുക്ക് ലൈവ് വഴി നൽകുന്നുണ്ട്. എന്തായാലും ഈ വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടിയുള്ള ആ ദൗത്യം കേരളം ഏറ്റെടുത്തു എന്ന് വേണം നമുക്ക് കരുതാൻ. വാഹനം വരുന്നു എന്ന വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ വാഹനം വളരെ വേഗത്തിൽ കടന്നു പോകുന്നതിനും സുഗമമായ പാത ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള വളരെ നല്ല ഒരു സമീപനമാണ് ആളുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതുവരെയുള്ള യാത്രയിൽ യാതൊരു തടസ്സവും കൂടാതെ വളരെ വേഗത്തിൽ തന്നെയാണ് യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.
മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിലേക്ക് എത്തുവാൻ വേണ്ടി ഏകദേശം 620 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കേണ്ടത്. ഈ ദൂരം സഞ്ചരിക്കുവാൻ 15 മണിക്കൂർ സമയമാണ് വേണ്ടിവരിക. എന്നാൽ ഇത് 12-13 മണിക്കൂർ സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരാൻ കഴിയുമോ എന്ന ഒരു ശ്രമകരമായ ദൗത്യമാണ് ആംബുലൻസിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുവരെ യാത്ര വളരെ സുഖകരമായ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ 15 ദിവസം പ്രായമായ നവജാത ശിശുവിൻ്റെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യം വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രേണുക, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 15 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥനയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ ക്ഷേത്രത്തിലെ മൈക്ക് ഓഫ് ചെയ്ത സംഭവത്തിൽ പരാതിയുമായി ക്ഷേത്രം ഭരണസമിതിയും CPM-ഉം. ഉത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും ക്ഷേത്രം ഭരണസമിതി പരാതി നൽകി. ഉത്സവത്തിന് ഉച്ചഭാഷിണി വെക്കുന്നത് സ്ഥിരമായുള്ളതാണ്. അതിന് മൈക്ക് ഓർഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മൈക്ക് പ്രവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിന് മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മൈക്ക് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്തതല്ല. ശബ്ദം വളരെ കുറച്ച് മാത്രമേ സൗണ്ട് പകൽ സമയങ്ങളിൽ ഇടാറുള്ളൂ. ആ സൗണ്ടിൽ മാത്രമാണ് ഇട്ടിരുന്നത്. ശരണം വിളി കേട്ട സമയത്ത് മുഖ്യമന്ത്രി പ്രകോപിതനായി അവിടെ ഇരുന്ന MLA-യോട് സംസാരിച്ചു. MLA-യും കൂട്ടരുമൊക്കെ താഴെ ഇറങ്ങി വന്നതിന് ശേഷം അവരുടെ നേതൃത്വത്തിലാണ് ഈ പോസ്റ്റുകളിൽ കയറി ഇതൊക്കെ വലിച്ചൂരിയിട്ടത്. ആ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ തോറ്റമ്പാട്ടുണ്ടാവുക എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഒരു ശരണമന്ത്രം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിക്കരിയിൽ എങ്ങനെ വരുന്നു? അതൊരു കലാപത്തിനുള്ള ആസൂത്രിതമായ നീക്കമായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത്. ഞങ്ങൾ ചെയ്തത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രശ്നത്തിൽ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് പിന്നീട് ആ ഉച്ചഭാഷിണി, ഈ യോഗത്തിന് തൊട്ടരികിലുള്ള ഉച്ചഭാഷിണിയിലെ വയർ ഡിസ്കണക്ട് ചെയ്തത്. യോഗം ഭംഗിയായി നടക്കാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എല്ലാവർക്കും കേൾക്കാൻ ഉള്ള സംവിധാനം ഉണ്ടായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം ലംഘിച്ചുകൊണ്ട് ആരാണ് ഈ ശരണമന്ത്രം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടത്? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു അന്വേഷണം നടക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ സംഭവത്തിൽ ക്ഷേത്രം ഭരണസമിതിയും CPM-ഉം ഒരേപോലെ പരാതിയുമായി മുന്നോട്ടു പോകാൻ വന്നിരിക്കുകയാണ്. ഏത് നിലയ്ക്കൊക്കെയാണ് പരാതികൾ നൽകുക? വിവരങ്ങൾ എന്തൊക്കെയാണ്? CPM മനഃപൂർവ്വം ഉത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ക്ഷേത്ര ഭരണസമിതിയുടെ ആരോപണം. നേരത്തെ തന്നെ അവിടെ ഇന്നലെ ഉത്സവത്തിന്റെ 9ാം ദിവസമായിരുന്നു. 8 ദിവസമായി നടക്കുന്ന ഉത്സവം. അത് നേരത്തെ അവിടെ ഇത്തരത്തിൽ മൈക്കിലൂടെ ഭക്തിഗാനങ്ങളും മറ്റും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പരിപാടി നടന്നപ്പോൾ മാത്രം ചെയ്ത ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നാണ് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. CPM ഉത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പോലീസിനെയും സമീപിച്ചിട്ടുമുണ്ട്. CPM ഇക്കാര്യത്തിൽ എതിർ ആരോപണമായി രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ സമയത്ത് അല്പസമയം ഇത് നിർത്തിവെക്കാൻ ക്ഷേത്ര ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു. അവർ അതിനുള്ള അനുമതി നൽകിയതുമാണ്. പക്ഷേ ഒരു ഭദ്രാളി ക്ഷേത്രത്തിൽ സാധാരണ ചെയ്യാറുള്ളത് തോറ്റം പാട്ട് കേൾപ്പിക്കുക എന്നുള്ളതാണ്. ശരണം വിളി ആ ക്ഷേത്രത്തിൽ ഒരു കാലത്തും കേൾപ്പിച്ചിട്ടുള്ളതല്ല. പക്ഷേ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എണീറ്റ് 1 മിനിറ്റ് കഴിയുമ്പോൾ വലിയ ശബ്ദത്തിൽ ശരണം വിളി അവിടെ ഉണ്ടായി. അത് ആസൂത്രിതമാണ്. അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചന ഭാഗമാണെന്നാണ് CPM-ന്റെ ആരോപണം. ഇത് കാട്ടാൽ ശ്രീ ഭദ്രകാളി ഭഗവതി ക്ഷേത്രം RSSന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. എല്ലാ കാലത്തും CPM-ഉം RSSുമായി സംഘർഷമുണ്ടാകുന്ന മേഖല കൂടിയാണ് ഇവിടം. അവിടെ ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ശരണം വിളി പൊടുന്നതിനെ കേട്ടത് കലാപുണ്ടാക്കാൻ ശ്രമമെന്നാണ് CPM ആരോപിക്കുന്നത്. RSSും എതിർവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പോലീസിന്റെയും മുൻപിലാണ് എത്തിയിട്ടുള്ളത്. വിവാദത്തിൽ നടപടികൾ എടുക്കേണ്ടതും അവിടെ നിന്ന് തന്നെയാണ്. ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി BJP ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. CPM അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകളുമാണ്. രേണുക, അരുൺ, ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഏത് വിധത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നിരീക്ഷകർ ഏത് വിധത്തിലാണ് ഈ സംഭവത്തെ കാണുന്നത്?
കമ്മീഷന് പരാതി അല്പസമയം മാത്രമാണ് ലഭിച്ചത്. എന്ത് നടപടിയാണ് കമ്മീഷൻ സ്വീകരിക്കുന്നതെന്ന് കണ്ടറിയണം. ഏതായാലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇത്തരത്തിലൊരു ശരണം വിളി വന്നത് അദ്ദേഹം പ്രകോപിതനാവുകയും ചെയ്തു. അദ്ദേഹം തൊട്ടുപുറകിലിരുന്ന കാട്ടാക്കട MLA IB സതീഷ്, അതുപോലെ മുൻ MLA V ശിവൻകുട്ടി, VK മധു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു. അവരോട് എന്താണ് സംഭവിക്കുന്നത് ചോദിക്കുകയും അല്പസമയം പ്രസംഗം നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് CPI നേതാക്കളും അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരും നേരിട്ടെത്തി ആ മൈക്ക് ഓഫ് ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. മുഖ്യമന്ത്രിയുടെ വേദിക്ക് സമീപമുള്ള ശരണവിളി കേട്ട ബോക്സ് ഓഫ് ചെയ്യുകയായിരുന്നു. അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മനഃപൂർവ്വം അത്തരമൊരു അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് അവരുടെ ആരോപണം. PV അരുണാണ് വിവരങ്ങൾ നൽകിയത്.